എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. റെസിപ്പിയിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. സബ്സ്ക്രൈബിൻ്റെ തൊട്ടടുത്തായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അധികം താമസിയാതെ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലുള്ള ചിക്കൻ എടുക്കാം. ഇത് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, നാരങ്ങാനീരിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പെരുംജീരകം, 2 ഏലക്ക, 1 ഗ്രാമ്പു ഇത്ര എടുത്തിട്ടുണ്ട്. ഇതിനി മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള നീളത്തിലരിഞ്ഞത്, 2 പച്ചമുളക് മുറിച്ചത്, അപ്പോൾ അത് കൂടി ഇട്ടതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് വാടി വരട്ടെ. സവാള ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം അതിൻ്റെ കൂട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി ഇതിലൊരു ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ എണ്ണ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പെരിഞ്ജീരകം ചേർത്താണ്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് കൂടി ചേർത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം. പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു നല്ല പഴുത്ത തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി തക്കാളി തവി വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ കറിക്ക് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത് നന്നായിട്ട് മസാലയൊക്കെ മൂത്ത് വരുമ്പോഴാണ്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുകയാണ്. അത് കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. അപ്പോൾ ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ധാരാളമായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു തവി വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ പാനിൽ കുറച്ച് ഒട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ പാനിൽ നിന്നൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. ഇനി ഇതിലേക്ക് പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഫ്രോസൺ ആയിട്ടുള്ളതാണ്, അപ്പോൾ അതാണ് കളറിങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളകൊന്ന് പൊടിച്ച് ചേർക്കുകയാണ്. അപ്പോൾ എരി അനുസരിച്ചിട്ട് നിങ്ങൾ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കുരുമുളക് കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി എടുക്കുക. പാനിൽ നിന്ന് ചിക്കൻ ഫ്രൈ നന്നായിട്ട് വിട്ട് വരണം. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ബോൺലെസ് ചിക്കൻ ആണെന്നൊന്നും പറയില്ല. എല്ലാ മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ചിലർക്ക് ബോൺലെസ് ചിക്കൻ കഴിക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അടിപൊളിയായിട്ടുള്ള ചിക്കൻ റോസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടെങ്കിൽ ചോറിന് വേറെ കറിയൊന്നും വേണ്ട. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റോസ്റ്റാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
അതുപോലെ പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതാണ്. അപ്പോൾ പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക് യു.